ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട ഒരു ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു വലിയൊരു ബൗളിലേക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് ബൗള് കറുപ്പ് മുന്തിരിയാണ്, സീഡ്സ് ഒന്നും ഇല്ലാത്ത മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുന്തിരി ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉറുമാമ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മാതളം ഉണ്ടല്ലോ, അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി അപ്പം നമുക്കതിലേക്ക് വേണ്ട ഒരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് എത്ര മധുരം ഉണ്ടെങ്കിലും അതിന് ആ ഒരു പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് കസ്റ്റാർഡിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്തോട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മളെ വീട്ടിൽ ഏത് ഫ്രൂട്ട്സ് ആണുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ പഴം ചേർത്ത് കൊടുക്കാം, വലിയ പഴം ചേർത്ത് കൊടുക്കാം, പിന്നെ അതുപോലെ ആപ്പിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്ട്രോബെറിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൈനാപ്പിളും അതുപോലെ പപ്പായയും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കരുത്. അത് നമുക്ക് വേണമെങ്കിൽ കഴിക്കുന്ന ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തൊക്കെ വെച്ച് കുറേ കഴിയുമ്പോൾ അല്ലേ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുക്കാനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഒരു കസ്റ്റാർഡ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാല് കാച്ചിയ പാലോ അല്ലാത്ത പാലോ തണുത്ത പാലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ഈ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടാതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു തരിയൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മൈദപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ കോൺഫ്ലോർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ തന്നെ ആ ഒരു കസ്റ്റാർഡിൻ്റെത് കിട്ടുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, തരിയൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ നമ്മൾ മൈദപ്പൊടിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു 4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാല് കാച്ചാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരം വേണമെങ്കിൽ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ 8 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലെ കുറച്ച് ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതിയായിട്ട് കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്നങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വലിയ കളറൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അത് ചൂടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു കളറ് വന്നോളും. ഇനി നമുക്ക് ഈ പാലൊന്നിങ്ങനെ കാച്ചിയെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡും ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ കുറച്ചൊരു മധുരം മുന്നിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലവർ പാലിൻ്റെ ഒരു മിക്സർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് മിക്സ് ചെയ്യണം, കാരണം കോൺഫ്ലവർ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഈ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് നമ്മൾ ഫ്ലെയിം കൂട്ടരുത് കേട്ടോ, കാരണം ആ കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ട് തന്നെ പാല് പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയാവാൻ പോകും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അടി പിടിച്ചോ, തീ ഇങ്ങനെ കൂട്ടുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് മെല്ലെ ഒന്നങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫ്ലവർ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു പാല് ചൂടാകുമ്പോൾ ഇങ്ങനെ ആ ഒരു പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ചെറുതായിട്ട് കട്ടിയാവുന്ന പോലെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തതിൻ്റെ ഒരു കളറും ഈ ഒരു സമയത്താണ് കേട്ടോ വരിക. പാല് ചൂടാകുമ്പോൾ ഇങ്ങനെ കളർ കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു പാല് നല്ലൊരു കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കട്ടിയായിട്ടൊന്നിങ്ങനെ തിളച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ്. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ അങ്ങ് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ എടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഒരു നേരത്തെ എടുത്താലും കുഴപ്പമില്ല, കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്നിങ്ങനെ കട്ടിയായി പോയോ എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കിനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു കസ്റ്റാർഡ് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ മോനിക്കൊന്നും ഇപ്പോൾ അധികം ഫ്രൂട്ട്സ് ഇടുന്നത് ഇഷ്ടമല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ കസ്റ്റാർഡ് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മളിവിടെ ഫ്രൂട്ട്സൊക്കെ ചേർക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാനിത് മിക്സീൻ്റെ ഒരു ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിയൊക്കെ മാറിയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് വാനില എസൻസ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കാച്ചുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതാ ഈ ഒരു മിക്സിയിൽ ആദ്യം നമ്മൾ കട്ടയായിട്ടുള്ളത് അടിച്ചല്ലോ, ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സായിട്ട് വരുമല്ലോ. ഇപ്പോൾ നമ്മൾ വാനില എസൻസും കൂടെ ചേർത്തിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയ സമയത്ത് നല്ല മധുരവും ആ ഒരു വാനില എസൻസിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് കറക്റ്റ് നമ്മൾ കസ്റ്റാർഡിൻ്റെ ആ ഒരു പൗഡർ വെച്ചിട്ട് ചെയ്ത അതേ ഒരു പോലെ ഉണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് സമയത്ത് ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മളെ കസ്റ്റാർഡും അതുപോലെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഇങ്ങനെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് ഇങ്ങനെ നോക്കിയ സമയത്ത് കുറച്ചൊരു കട്ടി കൂടുതലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കോൺഫ്ലോർ ചേർത്തത് കുറച്ച് കൂടുതലാണെന്ന്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പാല് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്താൽ കറക്റ്റ് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ നല്ല തണുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിക്കാനായിട്ട് ഇത് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാണ്. നമ്മൾ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയ സമയത്ത് വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ക്രീമി ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഇതിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിക്സൊക്കെ ചെയ്ത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരമൊക്കെ നല്ലൊരു കണക്കിന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കസ്റ്റാർഡ് വെച്ചിട്ടുണ്ടാക്കി അതേപോലെ തന്നെ ഉണ്ട്. ഒരു ഇതും വ്യത്യാസം എനിക്ക് പറയാനില്ല. കുറച്ച് കട്ടി കൂടിയിട്ടുള്ളത് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കുറച്ചൊന്ന് കൂടി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ ചേർത്തതിന് പകരം ഒരു 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ.